ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കൗണ്ടർ കറന്റ് മെക്കാനിസം ആണ് പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക് ആണ് അല്ലേ. നമുക്കത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ നോക്കാം. കൗണ്ടർ കറന്റ് മെക്കാനിസം നടക്കുന്നത് കിഡ്നിയിലാണ്, കിഡ്നിയിലെ നെഫ്രോൺസിലാണ്. കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡിന്റെ ഫിൽട്രേഷൻ ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റസ് അല്ലേ. ആൻഡ് കിഡ്നിയിൽ ഈ ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ നെഫ്രോൺസ് എന്ന് വിളിക്കും. സോ നെഫ്രോണിലാണ് ശരിക്കും ബ്ലഡിന്റെ ഫിൽട്രേഷനും യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. ഇനി നെഫ്രോണിനെ നമ്മൾ കിഡ്നിക്കകത്ത് ലൊക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. കിഡ്നിയിൽ എവിടെ ആയിട്ടാണ് നെഫ്രോൺസ് കിടക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിന് നമുക്ക് കിഡ്നിയുടെ TS എടുക്കണം, ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുക്കണം. കിഡ്നിനെ മുറിക്കണം അല്ലേ. അതിന്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കിഡ്നിയിൽ രണ്ട് സോൺസ് നമുക്ക് കാണാൻ പറ്റും. ഐ മീൻ രണ്ട് റീജിയൻസ് നമുക്ക് കാണാൻ പറ്റും, കോർട്ടെക്സ് ആൻഡ് മെഡുല. അപ്പോൾ ഇതാ ഈ കാണുന്നത് ഫുള്ള് കോർട്ടെക്സ് ആണ്. ഇത് കോർട്ടെക്സ് ആണ്. ആൻഡ് തൊട്ട് താഴെ കാണുന്നത് മെഡുലയും. ഇത് കോർട്ടെക്സ്, ഇത് മെഡുല. ഓക്കെ, മെഡുലനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഔട്ടർ സോൺ എന്നും ഇന്നർ സോൺ എന്നും എന്ന് പറഞ്ഞാൽ ഔട്ടർ മെഡുല ആൻഡ് ഇന്നർ മെഡുല. ഇതാണ് ഔട്ടർ മെഡുല, ഇത് ഇന്നർ മെഡുല. ഔട്ടർ മെഡുല എന്ന് പറയുമ്പോൾ കോർട്ടെക്സിനോട് ചേർന്നിരിക്കുന്ന പോർഷൻ ആണ്. അപ്പോ ഈ കോർട്ടെക്സിലും മെഡുലയിലും ഒക്കെ ആയിട്ടാണ് നെഫ്രോൺസ് കിടക്കുക. കോർട്ടെക്സിലും മെഡുലയിലും ആയിട്ടാണ് നെഫ്രോൺസ് കിടക്കുക. ഇനി അതിന്റെ പൊസിഷൻ അനുസരിച്ച് നെഫ്രോൺസ് രണ്ട് ടൈപ്സ് ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് അല്ലേ. കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, കോർട്ടെക്സിലായിരിക്കും ഈ നെഫ്രോൺസിന്റെ മെജോറിറ്റി പോർഷൻസും കിടക്കുക. അതായത് ഈ നെഫ്രോൺസിന്റെ ഗ്ലോമറുലസ് ഈസ് സിറ്റുവേറ്റഡ് മോർ ടുവേർഡ്സ് ദ ഔട്ടർ സൈഡ് ഓഫ് ദ കോർട്ടെക്സ്. കോർട്ടെക്സിന്റെ ഔട്ടർ സൈഡിലോട്ടായിരിക്കും അത് കൂടുതലും ഫേസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇതിന്റെ ലൂപ്പ് ഓഫ് ഹെൻലി വളരെ ഷോർട്ട് ആയിരിക്കും, വിച്ച് വിൽ എക്സ്റ്റെൻഡ് വെരി ലിറ്റിൽ ഇൻ ടു ദ മെഡുല. ഇതാണ് ഹെൻലീസ് ലൂപ്പ് അല്ലെ. ഈ യു ഷേപ്പിലുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ ഹെയർ പിൻ ഷേപ്പിലുള്ള സ്ട്രക്ചർ അത് ഷോർട്ട് ആയിരിക്കും. ആൻഡ് മെഡുലയിലേക്ക് വളരെ കുറച്ച് മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുള്ളൂ. നമ്മൾ നന്നായിട്ട് പഠിച്ചാണ്, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ മതി. ആൻഡ് നമ്മുടെ കിഡ്നിയിൽ 85% ഓഫ് നെഫ്രോൺസും ഈ കോർട്ടിക്കൽ നെഫ്രോൺസ് ആയിരിക്കും അല്ലെ. ആൻഡ് ദ റിമൈനിങ് 15% ഓഫ് നെഫ്രോൺസ് ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് ആണ്. ഇപ്പൊ രണ്ട് ടൈപ്പിലുള്ള നെഫ്രോൺസ് ആണ് നമ്മുടെ കിഡ്നിയിൽ കാണപ്പെടുന്നത്. അതിൽ മെജോറിറ്റി നെഫ്രോൺസും കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്, വളരെ കുറച്ച് മാത്രം ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് ആണ്. എന്താണ് ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസിന്റെ പ്രത്യേകത? ഇതിന്റെ ഗ്ലോമറുലസ് കോർട്ടെക്സ് മെഡുല ബോർഡറിലായിരിക്കും കിടക്കുക അല്ലെ. കോർട്ടെക്സ് മെഡുല ബോർഡറിലായിരിക്കും കിടക്കുക. ആൻഡ് ഹെല്ലീസ് ലൂപ്പ് നോക്കി കഴിഞ്ഞാൽ ഇതാ, ഹെല്ലീസ് ലൂപ്പ് നല്ല ലോങ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെ, വളരെ ലെങ്തിയർ ആണ്. ഓക്കെ, ലൂപ്പ് ഓഫ് ഹെൻലി is very long and extends deep into the medulla. മെഡുലയിലേക്ക് വളരെ ഡീപ്പ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട് അല്ലെ. ഇതാണ് ഹെൻലീസ് ലൂപ്പ്. അപ്പൊ ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ലൂപ്പ് ഓഫ് ഹെൻലി ലോങ്ങർ ആയിരിക്കും ആൻഡ് ഇന്നർ മെഡുല വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലായിരിക്കും ലൂപ്പ് ഓഫ് ഹെൻലി ഇരിക്കുന്നത് അല്ലെ. ഓക്കെ, ആൻഡ് വേറൊരു ഡിഫറൻസ് കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അത് വാസ റെക്ടനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്താണ് വാസ റെക്ട എന്ന് പറഞ്ഞാൽ? ഈ എഫറന്റ് ആർട്ടീരിയോളിൽ നിന്നും ഫോം ചെയ്യുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് റീനൽ ട്യൂബ്യൂളിന് ചുറ്റും ഒരു നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്നു. റീനൽ ട്യൂബ്യൂൾസിനെ എൻക്ലോസ് ചെയ്തൊരു വല പോലെ കാണപ്പെടുന്നു അല്ലെ. അതിനെയാണ് നമ്മൾ വാസ റെക്ട എന്ന് പറയുന്നത്. അല്ല, അതിനെയാണ് നമ്മൾ പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഇതാണ് പെരി ട്യൂബുലാർ കാപ്പിലറീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നല്ലപോലെ എഴുതി പിടിപ്പിച്ചതാണ്. പെരി ട്യൂബുലാർ കാപ്പിലറീസ്. ഓക്കെ, ഇത് നമ്മുടെ ട്യൂബ്യൂൾസിനെ സറൗണ്ട് ചെയ്ത് കാണുന്നില്ല, നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്നു. അപ്പൊ ഈ കാണുന്നൊക്കെ എന്താണ്? പെരി ട്യൂബുലാർ കാപ്പിലറീസ് ആണ് അല്ലെ. ഈ പെരി ട്യൂബുലാർ കാപ്പിലറീസ് അല്ലല്ലോ, വാസ റെക്ട. ഈ പെരി ട്യൂബുലാർ കാപ്പിലറീസ് ഹെല്ലീസ് ലൂപ്പിന്റെ അവിടെ വരുമ്പോൾ യു ഷേപ്പിലുള്ള വാസ റെക്ട ആയിട്ട് മാറുന്നു. ഹെല്ലീസ് ലൂപ്പിന്റെ ഷേപ്പ് എന്താണ്? യു ഷേപ്പ് ആണ് അല്ലെ. അപ്പോ പെരി ട്യൂബുലാർ കാപ്പിലറീസ് ഹെല്ലീസ് ലൂപ്പിന്റെ സൈഡിൽ വരുമ്പോൾ യു ഷേപ്പിൽ മാറുന്നു. അതിനാണ് നമ്മൾ വാസ റെക്ട എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാസ റെക്ട ഇസ് നത്തിങ് ബട്ട് ദ ബ്ലഡ് വെസൽ ഫോംഡ് ഫ്രം എഫറന്റ് ആർട്ടീരിയോൾ. ഓക്കെ, അപ്പോ ഈ കോർട്ടിക്കൽ നെഫ്രോൺസിൽ വാസ റെക്ട ആബ്സെന്റ് ആണ്. വാസ റെക്ട ആബ്സെന്റ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു, കോർട്ടിക്കൽ നെഫ്രോൺസിൽ വാസ റെക്ട വെരി ഷോർട്ട് ആയിരിക്കും അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. ഇവിടെ വാസ റെക്ട ആബ്സെന്റ് ആണ്. ഹെല്ലീസ് ലൂപ്പിന് ചുറ്റും ആ യു ഷേപ്പിലുള്ള വാസ റെക്ട ഇല്ല. എന്നാൽ ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസിൽ വാസ റെക്ട പ്രസന്റ് ആണ് അല്ലെ. ഇത് കണ്ടോ, ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺ, അതിന്റെ ഹെല്ലീസ് ലൂപ്പിന് ചുറ്റും യു ക്യാൻ സി യു ഷേപ്പ് വാസ റെക്ട.
അതിവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഈ കോർട്ടിക്കൽ നെഫ്രോൺസും ജക്സ്ട്രാ മെഡുലർ നെഫ്രോൺസും ഒക്കെ നമ്മുടെ കിഡ്നിയിൽ ഉണ്ടെങ്കിൽ ഈ രണ്ട് നെഫ്രോൺസിനും കിഡ്നിയിലുള്ള പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അവർ രണ്ടുപേർക്കും യൂറിൻ ഫോർമേഷൻ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ, എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ. നോർമലായിട്ട് ചിന്തിക്കുന്ന കുട്ടികളിൽ ഡൗട്ട് വരേണ്ടതാണ്. ഡൗട്ട് ശരിയാണ്, ഡിഫറൻസസ് ഉണ്ട്. ഈ ജക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് അതിന്റെ ഹെല്ലിസ് ലൂപ്പ് ലോങ് ആണ് എന്നാണ് അതിന്റെ പ്രത്യേകത അല്ലെ, അതിന് ചുറ്റും വാസ റെക്റ്റ ഉണ്ട്. അപ്പോ ഇവര് യൂറിൻ കോൺസെൻട്രേറ്റഡ് ആക്കുന്നതിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ചുരുക്കത്തില് ജക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് പ്രൊഡ്യൂസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. കോൺസെൻട്രേറ്റഡ് യൂറിൻ ഫോം ചെയ്യുന്ന ഈ ജക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് ആണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. കോൺസെൻട്രേറ്റഡ് യൂറിൻ, കോൺസെൻട്രേറ്റഡ് യൂറിൻ. ഓക്കെ, അപ്പൊ ഹെല്ലീസ് ലൂപ്പ് ലോങ് ആകും തോറും പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ മോർ കോൺസെൻട്രേറ്റഡ് ആകും. അതാണ് അതിന്റെ മീനിങ് കേട്ടോ. ജക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡൗട്ട് വരും, വാട്ട് അബൌട്ട് കോർട്ടിക്കൽ നെഫ്രോൺസ്? ഇവരും യൂറിൻ ഫോർമേഷനിൽ ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലേ. അതായത് നമ്മളെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിന്റെ മെജോറിറ്റി യൂറിൻ പ്രൊഡക്ഷൻ നടക്കുന്നത് കോർട്ടിക്കൽ നെഫ്രോൺസിലാണ്. ബിക്കോസ് 85% ഓഫ് നെഫ്രോൺസും ഈ കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്. ഇവരും യൂറിൻ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ആൻഡ് ജക്സ്ട്രാ മെഡുലറി നെഫ്രോൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും കോൺസെൻട്രേറ്റഡ് അല്ല, ബിക്കോസ് ഇവരുടെ ഹെല്ലീസ് ലൂപ്പ് ഷോർട്ട് ആണ്. ആൻഡ് വാസ റെക്റ്റയും മിക്കവാറും ആബ്സെന്റ് ആയിരിക്കും. അതുകൊണ്ട് മച്ച് മോർ കോൺസെൻട്രേറ്റഡ് യൂറിൻ അല്ല ഈ കോർട്ടിക്കൽ നെഫ്രോൺസ് ഫോം ചെയ്യുന്നത്. എനിവേസ് ഈ രണ്ട് നെഫ്രോൺസും, അതായത് കോർട്ടിക്കൽ നെഫ്രോൺസും ജക്സ്ട്രാ മെഡുലറി നെഫ്രോൺസും വന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു കളക്ടിങ് ഡക്റ്റിലോട്ടായിരിക്കും. നമ്മൾ പഠിച്ചതാണ് കുറെ നെഫ്രോൺസിന്റെ DCTs ഒരു കളക്ടിങ് ഡക്റ്റിലോട്ട് വന്ന് ഓപ്പൺ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ കളക്ടിങ് ഡക്റ്റിലാണ് പിന്നീടുള്ള ഫിൽട്രേറ്റിൽ നിന്നുള്ള റീഅബ്സോർഷൻ ഒക്കെ നടക്കുന്നത്. മോർ വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നതും യൂറിയ റീഅബ്സോർബ് ചെയ്യുന്നതൊക്കെ കളക്ടിങ് ഡക്റ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ യൂറിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു, അത് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ജക്സ്ട്രാ മെഡുലർ നെഫ്രോൺസ് കൺസേൺ വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് മോർ കോൺസെൻട്രേറ്റഡ് യൂറിൻ. അതായത് നമ്മുടെ ഫിൽട്രേറ്റിലുള്ള മാക്സിമം വാട്ടർ റീഅബ്സോർഷൻ നടത്തിക്കൊണ്ട് കോൺസെൻട്രേറ്റഡ് യൂറിൻ സെക്രീറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ ജക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് ഇരിക്കുക. അപ്പൊ ഈ ഡെസേർട്ട് റീജിയൻസിലൊക്കെ ജീവിക്കുന്ന ഓർഗാനിസംസ്, വെള്ളമൊന്നും അധികം കുടിക്കാത്ത ഓർഗാനിസംസ് അല്ലെ. ഫോർ എക്സാമ്പിൾ കാങ്കരൂ റൈറ്റ്സ് അവരുടെ ലൈഫിൽ ഒരിക്കൽ പോലും വെള്ളം കുടിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവരുടെ ബോഡിയിൽ എങ്ങനെയാണ് വാട്ടർ കിട്ടുന്നത്? അവര് വാട്ടർ എടുക്കുന്നുണ്ട് കേട്ടോ. അവർ കഴിക്കുന്ന ഫുഡില്ലേ, അതിന്റെ മെറ്റാബോളിസം വഴി അതിൽ നിന്ന് അവർ വാട്ടർ റീഅബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. ബിക്കോസ് അവരുടെ ഹെല്ലീസ് ലൂപ്പ് വളരെ ലോങ് ആണ്. അപ്പൊ ഡെസേർട്ട് റീജിയൻസിലൊക്കെ ജീവിക്കുന്ന ഓർഗാനിസംസിന്റെ ഹെല്ലീസ് ലൂപ്പ് ലോങ് ആയിരിക്കും ടു പ്രൊഡ്യൂസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. അപ്പൊ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആകുന്ന എന്തുകൊണ്ടാണ്? മോർ കോൺസെൻട്രേറ്റഡ് യൂറിൻ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിക്ക് ഒരുപാട് വാട്ടർ ആവശ്യമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് വാട്ടർ കുടിക്കുന്ന ഒരാളാണെങ്കിൽ നന്നായിട്ട് വാട്ടർ കുടിക്കുമ്പോൾ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിന്റെ കളറും അതിന്റെ കോൺസെൻട്രേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലേ. നന്നായിട്ട് വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മുടെ ബോഡി സെൽസിന് ഇനഫ് വാട്ടർ ആവശ്യമാണ്, പക്ഷെ നമ്മളത് കൊടുക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ ബോഡി എന്ത് ചെയ്യും? ഈ ഫിൽട്രേറ്റിൽ നിന്ന് ബ്ലഡിന്റെ ഫിൽട്രേഷൻ കഴിഞ്ഞ് ഉണ്ടാകുന്ന ഫിൽട്രേറ്റിൽ അതിൽ നിന്ന് മാക്സിമം വാട്ടർ റീഅബ്സോർബ് ചെയ്തെടുക്കും. വാട്ടർ മോർ റീഅബ്സോർബ് ചെയ്തെടുക്കുക മീൻസ് ആ ഫിൽട്രേറ്റ് മോർ കോൺസെൻട്രേറ്റഡ് ആകും. അപ്പോൾ ഇനി നമുക്ക് കൗണ്ടർ കറന്റ് മെക്കാനിസത്തിലോട്ട് വരാം. കൗണ്ടർ കറന്റ് മെക്കാനിസം ഓപ്പറേറ്റഡ് ആകുന്നത് ജക്സ്ട്രാ മെഡുലറി നെഫ്രോൺസിലാണ്. ദോസ് നെഫ്രോൺസ് വിത്ത് ലോങ് ലൂപ്പ് ഓഫ് ഹെല്ലി കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഈ മെക്കാനിസത്തിൽ ഇൻവോൾവ് ആകുന്ന നെഫ്രോൺസിന്റെ പാർട്സ്, എല്ലാ പാർട്സും കൗണ്ടർ കറന്റ് മെക്കാനിസത്തിൽ ഇൻവോൾവ് അല്ല. നെഫ്രോണിന്റെ പാർട്സ് ഏതൊക്കെയായിരുന്നു? ഗ്ലോമർലസ്, ബോമാൻസ് ക്യാപ്സ്യൂൾ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ PCT, ഹെല്ലീസ് ലൂപ്പ്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് കളക്ടിങ് ഡക്ട് അല്ലെ. എല്ലാ പോർഷൻസും ഈ ഒരു മെക്കാനിസത്തിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പൊ ഏതൊക്കെ പാർട്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് ഹെല്ലീസ് ലൂപ്പ്, അടുത്തത് മെഡുലറി ഇൻഡസ്ട്രീഷ്യം, മൂന്നാമത്തത് വാസ റെക്റ്റ. ഈ 3 പേര് കേട്ടോ. ഇതിൽ ലീഡിങ് റോൾ ഉള്ളത് ഹെല്ലീസ് ലൂപ്പിനാണ്. ആൻഡ് കൗണ്ടർ കറന്റ് മെക്കാനിസത്തിൽ 2 മേജർ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒന്ന് കൗണ്ടർ കറന്റ് മൾട്ടിപ്ലിക്കേഷൻ, രണ്ടാമത്തത് കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, സൈഡിൽ എഴുതി പഠിക്കണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ടാക്കണം, എക്സ്പെഷ്യലി ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ നീറ്റ് എക്സാമിനേഷൻ. അപ്പൊ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഇത് ഞാൻ കുറെ നേരമായിട്ട് പറയുന്നു കൗണ്ടർ കറന്റ്. എന്താണ് ഈ കൗണ്ടർ കറന്റ് മെക്കാനിസം? കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ടർ മീൻസ് ഓപ്പോസിറ്റ്,
ഓപ്പോസിറ്റ്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ. അപ്പൊ ഓപ്പോസിറ്റ് ഫ്ലോ അല്ലെ, ഈ മെക്കാനിസത്തിൽ നടക്കുന്ന ഓപ്പോസിറ്റ് ഫ്ലോ ആണെന്ന് മനസ്സിലാക്കി. ഓപ്പോസിറ്റ് ഫ്ലോ ഓഫ് സംതിങ്. അതെന്തിനാണ് ഈ മെക്കാനിസം നടക്കുന്നത്? നമ്മുടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോർട്ടിക്കൽ നെഫ്രോൺസും ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് ഒക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം ആണ് കൗണ്ടർ കറന്റ് മെക്കാനിസം. ടു പ്രൊഡ്യൂസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ, കൗണ്ടർ കറന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഫ്ലോ ഓഫ് സംതിങ് ദാറ്റ് കോൺസെൻട്രേറ്റ് ദ ഫിൽട്രേറ്റ് ഇൻ ദ നെഫ്രോൺ. അതായത് നമ്മുടെ യൂറിനെ കോൺസെൻട്രേറ്റഡ് ആക്കുന്നു. ഓക്കെ, ഇനി ഞാൻ എന്റെ നെഫ്രോണിനെ, ഞാൻ ഉണ്ടാക്കിയ നെഫ്രോണിനെ കിഡ്നിയിൽ കൊണ്ടുവച്ചു. കിഡ്നിയിൽ കൊണ്ടുവെക്കുമ്പോൾ ഞാൻ അതിനെ കോർട്ടെക്സിലും മെഡുല്ലയിലുമായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യിപ്പിക്കുക. സോ എന്റെ നെഫ്രോണ് ഈ കോർട്ടെക്സിലും മെഡുല്ലയിലുമായിട്ട് കിടപ്പുണ്ട്. നിങ്ങൾക്ക് കോർട്ടെക്സ് കാണാം, അതേപോലെ മെഡുല്ലയും കാണാം. മെഡുല്ലേനെ ഞാൻ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഔട്ടർ മെഡുല്ല എന്നും ഇന്നർ മെഡുല്ല എന്നും. പേടിക്കേണ്ട, ഔട്ടർ മെഡുല്ല എന്ന് പറയുമ്പോൾ കോർട്ടെക്സിനോട് ചേർന്നിരിക്കുന്ന പോർഷൻ ആണ്. ഇന്നർ മെഡുല്ല എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ ഇന്നർ സൈഡ് ഓഫ് ദ കിഡ്നി, ഉള്ളിലേക്ക് പോകും തോറുമുള്ള പോർഷൻ അല്ലെ, അതാണ് ഇന്നർ മെഡുല. ഇത് എന്റെ നെഫ്രോണിന്റെ പോർഷൻസ്. എല്ലാ പോർഷൻസ് ഇതിനകത്തില്ല. ഈ ഡയഗ്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തുകൊണ്ടായിരിക്കും? കൗണ്ടർ കറന്റ് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഹെൻലീസ് ലൂപ്പ് മാത്രം മതി. ഇതാണ് ഹെൻലീസ് ലൂപ്പ് അല്ലേ, ഹെൻലീസ് ലൂപ്പ്. അത് മാത്രം നമുക്ക് മതി. അത് വെച്ച്, അതായത് ഒരു യു വരച്ചിട്ട് നിങ്ങൾക്ക് കൗണ്ടർ കറന്റ് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാം. നെഫ്രോണിന്റെ എല്ലാ പാർട്സും വേണ്ട, ഒരു യു വരയ്ക്കുക, എന്നിട്ട് കൗണ്ടർ കറന്റ് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഹെൻലീസ് ലൂപ്പ് മാത്രം മതിയെ. ഇവിടാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം നടക്കുന്നത്. സോ ദിസ് ഇസ് ഹെൻലീസ് ലൂപ്പ്. ആൻഡ് ഹെൻലീസ് ലൂപ്പിന് ഒരു വരട്ടെ, ഡിസെൻഡിങ് ലിംബ് ഉണ്ട്, അതേപോലെ ഒരു അസെൻഡിങ് ലിംബും ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഇനി ഈ ഹെൻലീസ് ലൂപ്പിന് പാരലായിട്ട് ആരുണ്ട്? ഹെൻലീസ് ലൂപ്പിന് ചുറ്റും ആരുണ്ട്? വാസ റെക്ട ഉണ്ട്. വാസ റെക്ട എന്ന് പറയുന്ന ബ്ലഡ് വെസൽ ആണ് അല്ലെ. ഈ എന്താണ് ഹെൻലീസ് ലൂപ്പിലൂടെ ഓടുന്നത്? എന്താണ് ഹെൻലീസ് ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നത്? എന്താണ്? ഫിൽട്രേറ്റ് ആണ്. വാസ റെക്ടയിൽ കൂടെ ഓടുന്നത് ആരാണ്? ബ്ലഡ് ആണ്. ഇനി വാസ റെക്ടയ്ക്കും ഒരു ഡിസെൻഡിങ് ലിംബും ഒരു അസെൻഡിങ് ലിംബും ഉണ്ട്. ഡിസെൻഡിങ് ലിംബ് ആൻഡ് അസെൻഡിങ് ലിംബ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് പ്രത്യേകത. ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിന് പാരലൽ ആയിട്ടായിരിക്കും വാസ റെക്ടയുടെ ഡിസെൻഡിങ് ലിംബ് വരിക. അതേപോലെ ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബിന് പാരലൽ ആയിട്ടായിരിക്കും വാസ റെക്ടയുടെ അസെൻഡിങ് ലിംബ് വരിക അല്ലേ. ഉണ്ടല്ലോ. ഓക്കെ, ഇനി ഈ ഹെൻലീസ് ലൂപ്പിന് ചുറ്റും ഒരാളും കൂടെ ഉണ്ട് അല്ലെ. ഒരാളും കൂടെ ഇനി ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടല്ലോ, കൗണ്ടർ കറന്റ് മെക്കാനിസത്തിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ആരാണ്? മെഡുലറി ഇന്റർസ്റ്റീഷ്യം. മെഡുല തന്നെയാട്ടോ. അതായത് ഈ ഹെൻലീസ് ലൂപ്പിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന മെഡുലയുടെ പോർഷൻ ആണ് മെഡുലറി ഇന്റർസ്റ്റീഷ്യം. അല്ലെങ്കിൽ ഈ ഹെൻലീസ് ലൂപ്പും വാസ റെക്ടയൊക്കെ ഇരിക്കുന്ന ഒരു എൻഡർ അപ്പാരറ്റസ് അല്ലെ, അതിനിടയ്ക്ക് കാണുന്ന ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ടിഷ്യൂ, അതിനാണ് നമ്മൾ മെഡുലറി ഇന്റർസ്റ്റീഷ്യം എന്ന് പറയുന്നത്. സോ ഇത് മുഴുവൻ എന്താണ്? ഞാനിത് കളർ ചെയ്യാം. ഇത് ഫുൾ എന്താണ്? ഇത് മെഡുലറി ഇന്റർസ്റ്റീഷ്യം ആണ്, സറൗണ്ടിങ് ദ ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിന്റെ പുറത്തുള്ള അല്ലെങ്കിൽ ഹെൻലീസ് ലൂപ്പിനെ ചുറ്റും ആയിട്ട് കാണപ്പെടുന്ന ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ടിഷ്യൂ ആണ് മെഡുലറി ഇന്റർസ്റ്റീഷ്യം. നത്തിങ് ബട്ട് ദ മെഡുല. മെഡുലയുടെ ഒരു പോർഷൻ ആണിത്, മെഡുലറി ഇന്റർസ്റ്റീഷ്യം. ഇത് ഇതിന് ഇടയ്ക്ക് കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ. വാസ റെക്ടയ്ക്കും ഹെൻലീസ് ലൂപ്പിനും ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ലേബൽ ചെയ്യുന്നതേ ഉള്ളൂ. മനസ്സിലായോ? സോ ദിസ് ഇസ് മെഡുലറി ഇന്റർസ്റ്റീഷ്യം. ഇനി ഈ ഹെൻലീസ് ലൂപ്പ് കൂടെ പോകുന്നത് ഫിൽട്രേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഫിൽട്രേറ്റിന്റെ ഫ്ലോ ആണ് ഇനി കാണിക്കുന്നത് കേട്ടോ. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഫിൽട്രേറ്റ് എവിടെ നിന്നാണ് വരുന്നത്? ബ്ലഡ് ഫിൽട്ടർ ചെയ്യുമ്പോൾ അല്ലെ, ബ്ലഡ് ഫിൽട്ടർ ചെയ്യുമ്പോഴാണ് ഫിൽട്രേറ്റ് വരുന്നത്. ആൻഡ് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്തേ. ഗ്ലോമറുലസിലാണ് ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത്. ഏകദേശം 1100 to 1200 ml ബ്ലഡ് പെർ മിനിറ്റ് ഗ്ലോമറുലസിൽ എത്തുന്നുണ്ട്. ആൻഡ് ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ പെർ ഡേ ഫോം ചെയ്യുന്ന ഫിൽട്രേറ്റ്, അത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് GFR അല്ലെ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് GFR എന്ന് പറയുന്നത് 125 ml പെർ മിനിറ്റ് ആണെന്ന് പഠിച്ചു. അതായത് 180 ലിറ്റേഴ്സ് അല്ലെ, 180 ലിറ്റേഴ്സ് പെർ ഡേ. ഒരു ദിവസം 180 ലിറ്റേഴ്സോളം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ, അങ്ങനല്ലേ. പക്ഷെ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിൻ എന്ന് പറയുന്നത് only 1.5 ലിറ്റേഴ്സ് ആണ്. 180 ലിറ്റേഴ്സ് ഫിൽട്രേറ്റ് ഫോം ചെയ്തു, പക്ഷെ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിൻ വളരെ കുറച്ചേ ഉള്ളൂ അല്ലെ, വളരെ 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 കുറച്ചേ ഉള്ളൂ. 1.5 ലിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ യൂറിൻ. ഇത് യൂറിൻ ആണ്. എന്തുകൊണ്ടാണ്? അത് നമ്മൾ കണ്ടായിരുന്നു. 99% ഓഫ് ഫിൽട്രേറ്റും
99 എവിടെ കൊണ്ടെഴുതും 99% ഓഫ് ഫിൽട്രേറ്റും റീഅബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. റീഅബ്സോർബ്ഡ് ബാക്ക് അല്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ഈ 1.5 ലിറ്റേഴ്സ് ഓഫ് യൂറിൻ നമ്മൾ എക്സ്ട്രീറ്റ് ചെയ്യുന്നത്. ഫുള്ള് ഫിൽട്രേറ്റ് നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്നില്ല. 99% ഓഫ് ഫിൽട്രേറ്റ് നമ്മൾ റീഅബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഡിസെൻഡിങ് ലിംബിൽ കൂടെ ആര് വരുന്നു? ഫിൽട്രേറ്റ് വരുന്നു, എന്നിട്ട് അത് അസെൻഡിങ് ലിംബിലോട്ട് കടക്കുന്നു. എങ്ങനെ? ഇനി ഞാൻ കൗണ്ടർ കറന്റ് മെക്കാനിസത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. 3 രീതിയിലാണ് ഇവിടെ കൗണ്ടർ കറന്റ് നടക്കുക. അതായത് ഓപ്പോസിറ്റ് ഫ്ലോ അല്ലെ, ഓപ്പോസിറ്റ് ഫ്ലോ നടക്കുക. 3 കൗണ്ടർ കറന്റ് ആണ് ഇവിടെ നടക്കുക കേട്ടോ. 3 കൗണ്ടർ കറന്റ്. ഒന്നാമത്തെ കൗണ്ടർ കറന്റ് നടക്കുന്നത് ഹെൻലീസ് ലൂപ്പിലാണ്. ഒന്നാമത്തെ കൗണ്ടർ കറന്റ് അതായത് ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ് ഇൻ ദ ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ലിംബ്സ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ഈസ് കൗണ്ടർ കറന്റ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെ. ഡിസെൻഡിങ് ലിംബില് ഫിൽട്രേറ്റ് ഫ്ലോ ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലും അസെൻഡിങ് ലിംബില് ഫിൽട്രേറ്റ് ഫ്ലോ ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലുമാണ്. കൗണ്ടർ കറന്റ് ആണ്, ഓപ്പോസിറ്റ് ഫ്ലോ അല്ലെ. രണ്ടാമത്തെ കൗണ്ടർ കറന്റ് നടക്കുന്നത് വാസ റെക്ടയിലാണ്. രണ്ടാമത്തെ കൗണ്ടർ കറന്റ് നമ്മൾ പറയുന്നത് വാസ റെക്ടയിലാണ്. അത് ബ്ലഡിന്റെ ഫ്ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ദ 2 limbs of vasa recta is also counter current. That means that is in opposite direction. Blood descending ലിംബിലൂടെ താഴോട്ട്, that is downward direction, and then ascending ലിംബിലൂടെ മുകളിലോട്ട്, upward direction. അപ്പൊ 2 കൗണ്ടർ കറന്റ് ആയില്ലേ? നല്ല രസമുണ്ടല്ലേ ഇങ്ങനെയാണ് തോന്നുന്നതാണ്. മൂന്നാമത്തെ കൗണ്ടർ കറന്റ്, അതിന് നമ്മൾ ഈ 2 പേരെയും കമ്പയർ ചെയ്യണം. ഹെൻലീസ് ലൂപ്പിനെയും വാസ റെക്ടേനെയും കമ്പയർ ചെയ്യുവാണ്. സോ ഇത് ഫസ്റ്റ് കൗണ്ടർ കറന്റ് അല്ലെ, ഹെൻലീസ് ലൂപ്പിലെ ഫസ്റ്റ് കൗണ്ടർ കറന്റ്. ഇത് സെക്കൻഡ്. മൂന്നാമത്തേത് പറയാൻ വേണ്ടി ഞാൻ ഇവരെ 2 പേരും കൂടെ കമ്പയർ ചെയ്യുകയാണ്. അതായത് ഈ ഹെൻലീസ് ലൂപ്പും വാസ റെക്ടയും കൗണ്ടർ കറന്റ് ആണ്. ഹെൻലീസ് ലൂപ്പിലൂടെയുള്ള ഫിൽട്രേറ്റിന്റെ ഫ്ലോയും വാസ റെക്ടയിലൂടെയുള്ള ബ്ലഡിന്റെ ഫ്ലോയും കൗണ്ടർ കറന്റ് ആണ്. ഹെൻലീസ് ലൂപ്പില് ഫിൽട്രേറ്റിന്റെ ഫ്ലോ എങ്ങനെയാണ്? ഇങ്ങനെ പോകും. എവിടെ ലേസർ ഇങ്ങനെ പോകും. വാസ റെക്ടയില് ബ്ലഡിന്റെ ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ. അല്ലെ ജസ്റ്റ് ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബും വാസ റെക്ടയുടെ അസെൻഡിങ് ലിംബും കൂടെ കമ്പയർ ചെയ്യുക. ഡിസെൻഡിങ് ലിംബില് ഫിൽട്രേറ്റിന്റെ ഫ്ലോ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, അസെൻഡിങ് ലിംബില് ബ്ലഡിന്റെ ഫ്ലോ അപ്വേർഡ് ഡയറക്ഷനിലാണ്. അതുപോലെ ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബില് ഫിൽട്രേറ്റിന്റെ ഫ്ലോ അപ്വേർഡ് ഡയറക്ഷനിലാണ്. അതിന് പാരലായിട്ട് കിടക്കുന്ന വാസ റെക്ടയുടെ ഡിസെൻഡിങ് ലിംബില് ബ്ലഡിന്റെ ഫ്ലോ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോ ഫ്ലോ ഓഫ് filtrate in the Henle's loop and flow of blood in the vasa recta is counter current. So that means that is in opposite direction. ഇനി നമുക്ക് ഈ മെക്കാനിസം വെച്ച് എങ്ങനെയാണ് യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുന്നത് നോക്കാം. അതല്ല നമുക്ക് കാണണ്ടേ. അപ്പോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും അതിന്റെ പ്രത്യേകത അല്ലെ. പെട്ടെന്ന് ഓർത്തേ, ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ് ഇസ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ് ഓർ സൊല്യൂട്ട്സ് ബട്ട് പെർമിയബിൾ ടു വാട്ടർ. ഇത് വാട്ടറിനോട് മാത്രമേ പെർമിയബിൾ ആയിട്ടുള്ളൂ അല്ലെ. അപ്പോ ഈ ഒരു സെഗ്മെന്റ്, ഈ ഒരു ഡിസെൻഡിങ് ലിംബ് ഇലക്ട്രോലൈറ്റ്സിനെ ഓർ സൊല്യൂട്ട്സിനെ അകത്തുനിന്ന് പുറത്തുനിന്ന് അകത്തോട്ടോ കടത്തി വിടത്തില്ല. ഇറ്റ് ഇസ് നോട്ട് പെർമിയബിൾ. പക്ഷെ വാട്ടറിന്റെ മൂവ്മെന്റ് നടക്കൂ അല്ലെ. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടാണ് വാട്ടർ മൂവ് ചെയ്യുന്നത്? ഈ സെഗ്മെന്റിൽ കൂടെ പോകുന്ന എന്താണ്? ഫിൽട്രേറ്റ് ആണ് അല്ലെ. അപ്പൊ ഫിൽട്രേറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഫിൽട്രേറ്റിൽ നിന്നുമാണ് ഇനി സാധനങ്ങളുടെ സബ്സ്റ്റൻസസിന്റെ മൂവ്മെന്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഫിൽട്രേറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾ യൂറിൻ ഫോർമേഷനിൽ പഠിച്ചായിരുന്നു, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ കണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഡിസെൻഡിങ് ലിംബിൽ നിന്നും വാട്ടർ ആണ് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്. ബിക്കോസ് ദിസ് ലിംബ് ഇസ് പെർമിയബിൾ ടു വാട്ടർ ഓൺലി. അപ്പൊ ഇവിടുന്ന് ഈ ഒരു സെഗ്മെന്റിൽ നിന്നും വാട്ടർ ഡിഫ്യൂസ് ചെയ്യും. വാട്ടർ വിൽ ഡിഫ്യൂസ് ഔട്ട് ഓഫ് ദിസ് സെഗ്മെന്റ് ഇൻ ടു ദ മെഡുലറി ഇൻഡസ്ട്രീഷ്യം. ഈ കാണുന്നത് മെഡുലറി ഇൻഡസ്ട്രീഷ്യം ആണല്ലോ. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ഹെൻലീസ് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ അതൊക്കെ ചെന്നെത്തുന്നത് എവിടാണ്? മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലാണ്. ഈ ഒരു റീജിയനിലാണ് വന്നെത്തുന്നത്. അപ്പൊ ഇവിടെ വാട്ടർ ഡിഫ്യൂസ് ചെയ്തു, ഈ ഫിൽട്രേറ്റിൽ നിന്നും പുറത്തേക്ക് പോയി അല്ലെ. ഇനി ഇതിന്റെ അസെൻഡിങ് ലിംബ് എടുത്താല്
അസെൻഡിങ് ലിംബ് നേരെ ഓപ്പോസിറ്റ് ആണ്. അസെൻഡിങ് ലിംബ് ഇസ് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് പെർമിയബിൾ ടു സൊല്യൂട്ട്സ് ബട്ട് നോട്ട് പെർമിയബിൾ ടു വാട്ടർ. അതെ, അങ്ങനെയാകുമ്പോൾ ഇവിടെ വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ല, പക്ഷെ ഇലക്ട്രോലൈറ്റ്സ് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അസെൻഡിങ് ലിംബിൽ എത്തുമ്പോൾ ഫിൽട്രേറ്റിൽ നിന്നും ഇലക്ട്രോലൈറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇൻ ടു ദ മെഡുലറി ഇൻഡസ്ട്രീഷ്യം. NaCl എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. NaCl അസെൻഡിങ് ലിംബിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് സൊല്യൂട്ട്സ് വിൽ മൂവ് ഔട്ട് ഓഫ് ദ ട്യൂബ്യൂൾ. ഈ ഒരു സെഗ്മെന്റിൽ നിന്നും സൊല്യൂട്ട്സ് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുക മീൻസ് അത് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ വരും അല്ലെ. ആൻഡ് ഈ അസെൻഡിങ് ലിംബിന് ഒരു തിൻ സെഗ്മെന്റും ഒരു തിക് സെഗ്മെന്റും ഉണ്ട്. തിൻ റീജിയൻ ആൻഡ് തിക് റീജിയൻ. തിൻ റീജിയൻ എന്ന് പറയുമ്പോൾ അസെൻഡിങ് ലിംബ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ, ഇതാണ് തിൻ റീജിയൻ. ഇത് തിക് റീജിയൻ. ഞാൻ അവിടെ എഴുതാം. ഇപ്പോൾ ഞാൻ തിന്നും തിക്കും ഒക്കെ ആക്കിയപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ വരയ്ക്കാം കേട്ടോ. ഇതാണ് എന്റെ അസെൻഡിങ് ലിംബിന്റെ തിക് സെഗ്മെന്റ്. ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ. ഇതാണ് തിക് സെഗ്മെന്റ്. ഇത് തിൻ സെഗ്മെന്റ്. തിൻ. അപ്പോ ഇത് തിക്ക്, ഇത് തിൻ. ആൻഡ് ഈ അസെൻഡിങ് ലിംബിന്റെ തിൻ സെഗ്മെന്റിലോട്ട് കുറച്ച് യൂറിയ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ നിന്നും കടക്കുന്നുണ്ട്. അത് നമ്മൾ യൂറിൻ ഫോർമേഷനിൽ പഠിച്ചായിരുന്നു. ഫിൽട്രേറ്റ് അസെൻഡിങ് ലിംബിൽ എത്തുമ്പോൾ അതിലേക്ക് യൂറിയ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഫിൽട്രേറ്റ് ഹെൻലീസ് ലൂപ്പിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിൽ നിന്നും സൊല്യൂട്ട്സും വാട്ടറും ഒക്കെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. മീൻസ് സൊല്യൂട്ട്സിന്റെയും വാട്ടറിന്റെ ഒക്കെ പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് നടക്കുന്നത് അല്ലെ. വാട്ടറിന്റെ കേസിലാണെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ ഇത് ഇവിടുന്ന് പാസീവ്ലി ആണ് ഇങ്ങോട്ട് പോകുന്നത് അല്ലെ. പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് വാട്ടർ ഡിഫ്യൂസ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ട്. അതുപോലെ യൂറിയ അകത്തേക്ക് കിടക്കുന്നു, പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ഇനി തിക് സെഗ്മെന്റിലേക്ക് എത്തും തോറും സൊല്യൂട്ട്സ് ഒക്കെ ആക്റ്റീവ്ലി ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും കേട്ടോ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ തിക് സെഗ്മെന്റിൽ. ഈ സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും അല്ലെ. സോഡിയം ക്ലോറൈഡിന്റെ ട്രാൻസ്പോർട്ട് എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും നടക്കുക. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഫിൽട്രേറ്റിന്റെ ഫ്ലോ കാണിക്കാം. ഹെൻലീസ് ലൂപ്പിൽ ഫിൽട്രേറ്റ് ഡിസെൻഡിങ് ലിംബിലൂടെ താഴോട്ട് വരും തോറും അതിന്റെ കോൺസെൻട്രേഷൻ, അതിലുള്ള സൊല്യൂട്ട്സിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. എന്തുകൊണ്ടായിരിക്കും? അതിൽ നിന്നും മോർ ആൻഡ് മോർ വാട്ടർ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം മനസ്സിലാകാൻ ഞാനൊരു ചെറിയ എക്സാമ്പിൾ, ചെറിയൊരു കാര്യം പറയും. അതായത് ഒരു സൊല്യൂഷൻ നമ്മൾ എടുത്താൽ, ഇപ്പോ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലേക്ക് ഞാൻ 2-3 സ്പൂൺ ഷുഗർ ഇട്ട് ഇളകി കേട്ടോ. ഇനി എനിക്ക് ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂട്ടണം. ഇഫ് ഐ വാണ്ട് ടു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് സൊല്യൂഷൻ, വാട്ട് ഷുഡ് ഐ ഡു? അതിനെനിക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. എയ്തർ ഐ ക്യാൻ റിമൂവ് water from this solution, or I can add more solutes. ഒന്നുകിൽ എനിക്ക് ഇതിൽ നിന്ന് വാട്ടർ എടുത്ത് കളയാം, അല്ലെങ്കിൽ എനിക്ക് ഇതിലേക്ക് മോർ സൊല്യൂട്ട്സ് ആഡ് ചെയ്യാം. അങ്ങനെ ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എനിക്ക് കൂട്ടാം. ഇനി അതല്ല, എനിക്ക് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണം എന്ന് വിചാരിക്കുക. ഇഫ് ഐ വാണ്ട് ടു ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് സൊല്യൂഷൻ, അതായത് ഇതിനെ എനിക്ക് ഡൈലൂട്ടഡ് ആക്കണം, ഈ സൊല്യൂഷൻ എനിക്ക് ഡൈലൂട്ടഡ് ആക്കണം എന്ന് വിചാരിക്കുക. അപ്പോഴും എനിക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, എനിക്ക് ഇതിനകത്ത് നിന്ന് മോർ സൊല്യൂട്ട്സ് എടുത്ത് കളയാം, ഓർ ഐ ക്യാൻ ആഡ് മോർ വാട്ടർ ടു ദിസ് സൊല്യൂഷൻ. അപ്പൊ ഈ സൊല്യൂഷൻ എന്താകും? ഡൈലൂട്ടഡ് ആകും. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാകണേ. ഒരു സൊല്യൂഷൻ, അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാം. എങ്ങനെ കൂട്ടാം? അതിലേക്ക് മോർ സൊല്യൂട്ട്സിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് വാട്ടർ കളയാം. ഇനി ഒരു സൊല്യൂഷൻ, അതിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെ കുറയ്ക്കാം? എങ്ങനെ ഡൈലൂട്ടഡ് ആക്കാം? അതിലേക്ക് മോർ വാട്ടർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് മോർ സൊല്യൂട്ട്സ് മാറ്റിക്കളയാം അല്ലെ. ഈ ഒരു സംഗതിയാണ് ഹെൻലീസ് ലൂപ്പിന്റെ അവിടെ നടക്കുന്നത് കേട്ടോ. ഈ ഒരു ബേസിക് ഐഡിയ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയും. ദാറ്റ് ഈസ് ഓസ്മോലാരിറ്റി. ഓസ്മോലാരിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഓസ്മോലാരിറ്റി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്സ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ, നമ്പർ ഓഫ് സൊല്യൂട്ട്സ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. അതാണ് ഓസ്മോലാരിറ്റി. അതായത് സൊല്യൂട്ട്സിന്റെ കോൺസെൻട്രേഷൻ, ഒരു സൊല്യൂഷനിലെ സൊല്യൂട്ട്സിന്റെ കോൺസെൻട്രേഷൻ ആണ് ഓസ്മോലാരിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഓസ്മോലാരിറ്റി ആണ് ശരിക്കും ഇവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. ഈ എഴുതിയേക്കുന്നത് ഓസ്മോലാരിറ്റി ആണ്. ഈ 300 എന്ന് പറയുന്നത് 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ. ഫിൽട്രേറ്റിന്റെ ഓസ്മോലാരിറ്റി ആണിത്.
ഫിൽട്രേറ്റിലുള്ള സൊല്യൂട്ട്സിന്റെ കോൺസെൻട്രേഷൻ അല്ലെ. 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ, ദെൻ 400 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ, ദെൻ 600 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ അല്ലെ. അങ്ങനെ അത് കൂടിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇത് 1200 വരെ ആകുന്നുണ്ട് അല്ലെ. എപ്പോഴാണ് ഇത് ഇന്നർ മെഡുല്ല റീജിയൺ വരെ എത്തുമ്പോഴത്തേക്കും, അതായത് ഹെൻലീസ് ലൂപ്പ് ഇന്നർ മെഡുല്ല വരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ് അല്ലെ. അപ്പോൾ ഫിൽട്രേറ്റ് ഇങ്ങനെ താഴോട്ട് വരും തോറും, അതായത് കോർട്ടെക്സിൽ നിന്നും ഔട്ടർ മെഡുല്ല കടന്ന് ഇന്നർ മെഡുല്ല വരെ എത്തുമ്പോഴത്തേക്കും അതിന്റെ ഓസ്മോലാരിറ്റി കൂടിയിട്ടുണ്ടാവും. മനസ്സിലായോ? എന്തുകൊണ്ടായിരിക്കും? അതിൽ നിന്ന് മോർ ആൻഡ് മോർ വാട്ടർ പുറത്തേക്ക് പോകുന്നത് കൊണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. ഇനി സെയിം ഫിൽട്രേറ്റ് മുകളിലോട്ട് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ ഓസ്മോലാരിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് ഇത് അസെൻഡിങ് ലിംബിൽ കൂടെ പോകുമ്പോൾ അതിന്റെ ഓസ്മോലാരിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്? ഇതിൽ നിന്നും മോർ ആൻഡ് മോർ സൊല്യൂട്ട്സ് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. മോർ ആൻഡ് മോർ സൊല്യൂട്ട്സ് പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട്. സോ ഓസ്മോലാരിറ്റി കുറയും അല്ലെ. സൊല്യൂട്ട്സിന്റെ കോൺസെൻട്രേഷൻ ഫിൽട്രേറ്റിൽ കുറയും. അതുകൊണ്ടാണ് ഈ 900, 600, 400, 300, 200 എന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോ ഈ ഹെല്ലീസ് ലൂപ്പിൽ നിന്നും സബ്സ്റ്റൻസസ് പുറത്തേക്ക് പോകുമ്പോൾ, പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അവര് എത്തുന്നത് ഈ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലാണ് അല്ലെ. മെഡുലറി ഇൻഡസ്ട്രീഷ്യം, ഇതാണ് മെഡുലറി ഇൻഡസ്ട്രീഷ്യം. അപ്പോ ഈ പുറത്തേക്ക് വരുന്ന സാധനങ്ങള്, അതായത് സൊല്യൂട്ട്സ് ആയാലും വാട്ടർ ആയാലും ഒക്കെ അല്ലെ, അത് ചെന്നെത്തുന്നത് ഈ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലാണ് അല്ലെ. അപ്പോ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ ഒരു ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ഉണ്ടാകും, അതായത് കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടാകും. അതായത് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിന്റെ ഓസ്മോലാരിറ്റി കൂടും. അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തേക്കുന്നത് ഓസ്മോലാരിറ്റി കൂടുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതാ? 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ, അതേപോലെ 600, 900, 1200 എന്നൊക്കെ ഈ പുറത്ത് കൊടുത്തിട്ടില്ലേ? ഹെല്ലീസ് ലൂപ്പിനും വാസാറെക്ടയ്ക്കൊക്കെ പുറത്ത് കൊടുത്തിട്ടില്ലേ? അത് മെഡുലയുടെയാണ് കൊടുത്തേക്കുന്നത്. ഔട്ടർ മെഡുലയിൽ നിന്ന് അകത്തേക്ക് പോകും തോറും, അതായത് ഇന്നർ മെഡുലയിലേക്ക് പോകും തോറും അതിന്റെ ഓസ്മോലാരിറ്റി കൂടുന്നുണ്ടെന്ന്. അതിന്റെ ഓസ്മോലാരിറ്റി കൂടാനുള്ള കാരണം മെയിൻ ആയിട്ടും ഈ ഹെല്ലീസ് ലൂപ്പിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ ഓസ്മോലാരിറ്റി കൂടാനുള്ള കാരണം സോഡിയം ക്ലോറൈഡ് ആൻഡ് യൂറിയ ആണെന്ന്. പ്രധാനമായിട്ടും സോഡിയം ക്ലോറൈഡ് ആൻഡ് യൂറിയ. അപ്പോൾ ഈ യൂറിയയുടെ കാര്യം, യൂറിയ ഞാൻ പറഞ്ഞായിരുന്നു, ഹെല്ലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബ് അല്ലെ, അതിന്റെ തിൻ സെഗ്മെന്റിലോട്ട് യൂറിയ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഫ്രം ദ മെഡുലറി ഇൻഡസ്ട്രീഷ്യം. ഈ യൂറിയ തിരിച്ച് കളക്ടിങ് ഡക്ട് വഴി വീണ്ടും മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് വന്നു ചേരുന്നുണ്ട്. അതായത് യൂറിയനെ അസെൻഡിങ് ലിംബ് എടുത്താലും അത് തിരിച്ച് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡും യൂറിയയും ഒക്കെയാണ് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ എന്തുണ്ടാക്കുന്നത്? ഈ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഓസ്മോലാരിറ്റി കൂട്ടുന്നത്. ചുരുക്കത്തില് ഹെല്ലീസ് ലൂപ്പാണ് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തില് ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ഉണ്ടാക്കുന്നത്. സോ ഹൂ എസ്റ്റാബ്ലിഷസ് ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ഇൻ ദ മെഡുലറി ഇൻഡസ്ട്രീഷ്യം? ഹെല്ലീസ് ലൂപ്പ്. ഇതിനെ നമ്മൾ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു കൗണ്ടർ കറന്റ് മെക്കാനിസത്തിൽ 2 പ്രോസസ്സസ് ഉണ്ട്. ഒന്ന് കൗണ്ടർ കറന്റ് മൾട്ടിപ്ലിക്കേഷൻ, അടുത്തത് കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച് അല്ലെ. കൗണ്ടർ കറന്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത് ഹെല്ലീസ് ലൂപ്പാണ്. എന്താണ് കൗണ്ടർ കറന്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഫിൽട്രേറ്റിന്റെ ഫ്ലോ ഇൻ ദ 2 ലിംസ് ഓഫ് ഹെല്ലീസ് ലൂപ്പ്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ, കൗണ്ടർ കറന്റ് ആണ്. അത് ഈ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ ഒരു ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ഉണ്ടാക്കുന്നു. അതായത് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിന്റെ ഓസ്മോലാരിറ്റി കൂട്ടുന്നു, മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിന്റെ ഓസ്മോലാരിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നു, മെഡുലറി ഇൻഡസ്ട്രീസിലുള്ള സൊല്യൂട്ട്സിന്റെ കോൺസെൻട്രേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഹെല്ലീസ് ലൂപ്പിൽ നിന്നും പുറത്തോട്ട് വന്ന സബ്സ്റ്റൻസസ്, അതായത് സോഡിയം ക്ലോറൈഡ്, വാട്ടർ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാസാറെക്ടയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. വാസാറെക്ടയിൽ കൂടെ പോകുന്ന ബ്ലഡ് ആണെന്ന് നമുക്കറിയാം. ബ്ലഡ് ഈ വാസാറെക്ടയുടെ ഡിസെൻഡിങ് ലിംബിലൂടെ താഴോട്ട് വരും തോറും അതിന്റെ ഓസ്മോലാരിറ്റി, അതായത് ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ അല്ലെ, സൊല്യൂട്ട്സിന്റെ കോൺസെൻട്രേഷൻ കൂടി കൂടി വരും. ഇങ്ങനെ ഔട്ടർ മെഡുല്ല ടു ഇന്നർ മെഡുല്ല വരെ, ഔട്ടർ മെഡുല്ല ടു ഇന്നർ മെഡുല്ല, ഔട്ടർ മെഡുല്ല ടു ഇന്നർ മെഡുല്ല അവിടെ വരെ എത്തുമ്പോഴത്തേക്കും ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ, ഓസ്മോലാരിറ്റി കൂടിയിട്ടുണ്ടാവും അല്ലെ. എന്തുകൊണ്ടാണ്? വാസാറെക്ടയുടെ ഡിസെൻഡിങ് ലിംബിന്റെ സൈഡിൽ, അതായത് ഡിസെൻഡിങ് ലിംബിന് പാരലായിട്ട് കിടക്കുന്നത് ഹെല്ലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബാണ്. അപ്പൊ അതിൽ നിന്നും പുറത്തോട്ട് പോയ സൊല്യൂട്ട്സ് അതിപ്പോ
മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലുണ്ട് അല്ലേ. അപ്പോൾ വാസ റെക്ടയുടെ ഡിസെൻഡിങ് ലിംബിന്റെ സൈഡിലുള്ള മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തില് ഈ സൊല്യൂട്ട്സിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് പാസീവ് ട്രാൻസ്പോർട്ട് ആയിരിക്കും നടക്കുക. പാസീവ് ട്രാൻസ്പോർട്ട് ഓഫ് സൊല്യൂട്ട്സ് ഇൻ ടു ദ ബ്ലഡ് ഓഫ് വാസ റെക്ട. വാസ റെക്ടയിലുള്ള ബ്ലഡിലോട്ട് ഈ സൊല്യൂട്ട്സിന്റെ പാസീവ് ട്രാൻസ്പോർട്ട് നടക്കും. ഓക്കെ, അപ്പം സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും ഒക്കെ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ നിന്നും ബ്ലഡിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട്, മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ ഓസ്മോലാരിറ്റി കൂടുതലായതുകൊണ്ട് വാസ റെക്ടയിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ബ്ലഡിൽ ഈ സൊല്യൂട്ട്സ് എൻ്റർ ചെയ്യുന്നു, അതേപോലെ ബ്ലഡിൽ നിന്ന് വാട്ടർ പോവുകയും ചെയ്യുന്നു അല്ലെ, ഡിസെൻഡിങ് ലിംബിലൂടെ ബ്ലഡ് ഇങ്ങനെ പോകുമ്പോൾ. അതുകൊണ്ടാണ് ഡിസെൻഡിങ് ലിംബിൽ ബ്ലഡിന്റെ ഓസ്മോലാരിറ്റി കൂടുന്നത്. ആൻഡ് അത് ഇന്നർ മെഡുലർ റീജിയനിലോട്ട് എത്തുമ്പോഴേക്കും 1200 ആയിട്ടുണ്ടാവും അല്ലെ. ഇവിടെ നിങ്ങൾ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ ഇന്നർ മെഡുലർ റീജിയനിൽ കണ്ടോ 1200. അതുപോലെ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ ഇന്നർ മെഡുലർ റീജിയൻ 1200 അല്ലേ. ഓസ്മോലാരിറ്റി മാക്സിമം ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കാണാനായിട്ട് പറ്റും. ആൻഡ് ഇത് ഈ സെയിം ബ്ലഡ് അസെൻഡിങ് ലിംബിൽ കൂടെ മുകളിലോട്ട് പോകും തോറും അതിൽ നിന്നും സൊല്യൂട്ട്സ് തിരിച്ച് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. അതായത് ഒരു സൈഡിൽ നിന്ന് വാസ റെക്ട സൊല്യൂട്ട്സിനെ ബ്ലഡിലോട്ട് എടുക്കും, ആൻഡ് മറ്റൊരു സൈഡിൽ ആ എടുത്ത സാധനങ്ങളെ തിരിച്ചു കൊടുക്കും. അപ്പോൾ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിന്റെ ഈ സൈഡിൽ നിന്നും സൊല്യൂട്ട്സിനെ അകത്തോട്ട് എടുത്തു, എന്നിട്ട് അസെൻഡിങ് ലിംബിൽ എത്തുമ്പോൾ ആ സൈഡിലുള്ള മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് എടുത്ത സാധനങ്ങളെ തിരിച്ചു വിട്ടു. ഇതാണ് കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച് കേട്ടോ. അപ്പൊ സോഡിയം ക്ലോറൈഡ് ഇവിടെ പുറത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലഡിൽ നിന്ന്, അതായത് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഇതിൽ നിന്ന് വാട്ടർ, അതായത് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ നിന്ന് വാട്ടർ അകത്തേക്ക് കിടക്കുന്നതായിട്ടും കാണാൻ പറ്റും. അതുകൊണ്ടാണ് അസെൻഡിങ് ലിംബിലൂടെ ബ്ലഡ് മുകളിലോട്ട് പോകും തോറും അതിന്റെ ഓസ്മോലാരിറ്റി കുറയുന്നത്. സൊല്യൂട്ട്സ് പുറത്തേക്ക് പോകുന്നു ആൻഡ് വാട്ടർ അകത്തേക്ക് കയറും അല്ലേ. അപ്പോൾ ഇത് കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച്. എന്തൊക്കെ സാധനങ്ങൾ ഹെൻലീസ് ലൂപ്പിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ടോ അതൊക്കെ എക്സ്ചേഞ്ച് വിത്ത് വാസ റെക്ട. അപ്പൊ ഇവിടെ കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചർ ആരാണ്? വാസ റെക്ട. കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ ആരാണ്? ഹെൻലീസ് ലൂപ്പ്. അപ്പോൾ ഹെൻലീസ് ലൂപ്പ് എസ്റ്റാബ്ലിഷസ് ദ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ഇൻ ദ മെഡുലറി ഇൻഡസ്ട്രീഷ്യം. അതിനെ നമ്മൾ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ആ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വാസ റെക്ടയാണ് ബൈ കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച് അല്ലെ. ഓക്കെ, ഇനി നമ്മുടെ ഫിൽട്രേറ്റിലോട്ട് തന്നെ തിരിച്ചു വരാം. ഈ ഫിൽട്രേറ്റ് DCT-യിലൂടെയും കളക്ടിങ് ഡക്റ്റിലൂടെയൊക്കെ ഇനി പോകും അല്ലെ. DCT-യിൽ എത്തുമ്പോൾ ഫിൽട്രേറ്റിന്റെ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ആണ് നടക്കുന്നത് നമ്മൾ പഠിച്ചു. കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോഡിയം അയോൺസ് ഓക്കേഴ്സ് ഇൻ ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ വാട്ടർ നീഡ് അനുസരിച്ചിട്ടാണ് ഫിൽട്രേറ്റിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുക. അതായത് നമ്മൾ ഒട്ടും വെള്ളം കുടിക്കാത്ത ഒരാളാണ്, നമ്മൾ കുടിച്ച വെള്ളമൊക്കെ കളഞ്ഞു, നമ്മൾ എക്സ്ട്രീറ്റ് ചെയ്ത് കളഞ്ഞു, നമ്മുടെ ബോഡി സെൽസിന് അതിന് വാട്ടർ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. ആ കണ്ടീഷനിൽ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിക്ക് ഒരു സിഗ്നൽ കൊടുക്കും, ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി. അത് ADH ആണ്, ADH ഹോർമോൺ. അപ്പോൾ ADH സെക്രീറ്റ് ചെയ്യപ്പെടുകയും അത് DCT-യിലും കളക്ടിങ് ഡക്റ്റിലും വന്ന് ആക്ട് ചെയ്യും. അങ്ങനെ DCT-യുടെയും കളക്ടിങ് ഡക്റ്റിന്റെയും പെർമിയബിലിറ്റി കൂട്ടും, അതായത് വാട്ടർ ആൻഡ് സോഡിയം അയോൺസ് അല്ലെ, അതിനോടുള്ള പെർമിയബിലിറ്റി കൂട്ടി അതിൽ നിന്ന് മോർ ആൻഡ് മോർ വാട്ടർ റീഅബ്സോർബ് ചെയ്യപ്പെടും. വാട്ടർ ആൻഡ് സോഡിയം അയോൺസ് റീഅബ്സോർബ് ചെയ്യപ്പെടും. എവിടെ നിന്നാ? DCT-യിൽ നിന്നും കളക്ടിങ് ഡക്റ്റിൽ നിന്നും. ഓൾറെഡി നമുക്കറിയാം കളക്ടിങ് ഡക്റ്റിൽ വെച്ചിട്ട് വാട്ടറിന്റെ മോർ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ ADH ഹോർമോൺ വരുമ്പോൾ എന്താ പറ്റുന്നത്? ഈ റീഅബ്സോർപ്ഷൻ അങ്ങോട്ട് എൻഹാൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ DCT-യിൽ നിന്ന് മോർ വാട്ടർ റീഅബ്സോർബ് ചെയ്യപ്പെടും. അതേപോലെ കളക്ടിങ് ഡക്റ്റിലൊക്കെ മോർ ആൻഡ് മോർ വാട്ടർ ചാനൽസ് ഓപ്പൺ ആകും, അവിടെ നിന്ന് മോർ വാട്ടർ റീഅബ്സോർബ് ചെയ്യപ്പെടും. അറ്റ് ദ സെയിം ടൈം യൂറിയയും റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അതായത് യൂറിയയും തിരിച്ച് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടായിരുന്നു ഈ യൂറിയ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ നിന്നും അസെൻഡിങ് ലിംബിന്റെ തിൻ സെഗ്മെന്റിലോട്ട് കിടക്കുന്നുണ്ട്. അത് പിന്നെ തിരിച്ച് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ തന്നെ വരുന്നല്ലേ ബൈ കളക്ടിങ് ഡക്റ്റ് ആണ് യൂറിയനെ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് വീണ്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ
വാട്ടർ നീഡ് അനുസരിച്ചിട്ടാണ് ഫെർദർ റീഅബ്സോർഷൻ നടക്കുന്നത്. ഫിൽട്രേറ്റിന്റെ വാട്ടർ നമ്മുടെ ബോഡി സെൽസിന് ആവശ്യമുണ്ടെങ്കിൽ ADH ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടും അല്ലെ. അപ്പോൾ മോർ ആൻഡ് മോർ വാട്ടർ വിൽ ബി റീഅബ്സോർബ്ഡ് ഫ്രം ദ DCT ആൻഡ് കളക്ടിംഗ് ഡക്ട്. ഇനി നമ്മുടെ ബോഡിക്ക് വെള്ളം ആവശ്യമില്ലെന്ന് വിചാരിക്കുക, നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുന്ന ഒരാളാണ്, ആവശ്യത്തിന് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ ബോഡി സെൽസ്. അപ്പോൾ ഈ ADH ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടില്ല. ആൻഡ് അപ്പൊ എന്ത് പറ്റും, DCTയിൽ നിന്നും കളക്ടിംഗ് ഡക്റ്റിൽ നിന്നുള്ള വാട്ടറിന്റെയും സോഡിയത്തിന്റെയും ഒക്കെ മോർ റീഅബ്സോർഷൻ സ്റ്റോപ്പ് ചെയ്യും. അത്ര കാര്യമായിട്ട് നടക്കില്ല. എന്നാലും നമ്മൾ പഠിച്ചായിരുന്നു ഈ ഫിൽട്രേറ്റ് കളക്ടിംഗ് ഡക്റ്റിൽ വരുമ്പോൾ അല്ലെ, കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും സ്വാഭാവികമായിട്ടും വാട്ടറിന്റെ റീഅബ്സോർഷൻ നടക്കും അല്ലെ. മോർ വാട്ടർ വിൽ ബി റീഅബ്സോർബ് ഫ്രം ദിസ് റീജിയൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇനി കോൺസെൻട്രേറ്റഡ് യൂറിൻ സെക്രീറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു കണ്ടീഷനിൽ കണ്ടോ, 300, 900, 1000, 1200 അങ്ങനെ കോൺസെൻട്രേറ്റഡ് യൂറിൻ ഫോം ചെയ്യുന്നു. അത് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നു അല്ലെ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ ഫിൽട്രേറ്റ് കോർട്ടെക്സ് റീജിയണിൽ നിന്നും താഴേക്ക് പോകുന്തോറുമാണ്, അതായത് ഔട്ടർ മെഡുല ആൻഡ് ടുവേർഡ്സ് ഇന്നർ മെഡുല അല്ലെ, അങ്ങോട്ട് പോകുന്തോറുമാണ് കോൺസെൻട്രേറ്റഡ് ആകുന്നത്. അതുപോലെ ബ്ലഡ് ആണെങ്കിലും അങ്ങനെ തന്നെ കോൺസെൻട്രേറ്റഡ് ആകുന്നത് അങ്ങനെയാണ്, ഇന്നർ മെഡുലയിലേക്ക് പോകുന്തോറുമാണ്, താഴോട്ട് പോകുന്തോറുമാണ്. അപ്പോൾ ഈ കോർട്ടെക്സ് റീജിയണിൽ കുറഞ്ഞ ഓസ്മോലാരിറ്റിയാണ്, കുറഞ്ഞ കോൺസെൻട്രേഷൻ ആണ് ഫിൽട്രേറ്റിനാണെങ്കിലും ബ്ലഡിനാണെങ്കിലും ഉള്ളത് അല്ലേ. അപ്പൊ ശരിക്കും നമുക്ക് അതിനെ ഐസോട്ടോണിക് ഫിൽട്രേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐസോട്ടോണിക് യൂറിൻ എന്ന് പറയാം. ആൻഡ് ഫൈനലി ഹൈപ്പർട്ടോണിക് ആവുകയാണ് ചെയ്യുന്നത്, അതായത് കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ഇനീഷ്യലി നമ്മുടെ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ എന്തായിരുന്നു, അതിന്റെ 4 ഇരട്ടി കോൺസെൻട്രേറ്റഡ് ആക്കാൻ നമ്മുടെ കിഡ്നിക്ക് പറ്റുമെന്ന്. അതായത് ഹൈപ്പർട്ടോണിക് യൂറിൻ നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം നടക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹെല്ലീസ് ലൂപ്പ് വരച്ച് അതിന് ചുറ്റും വാസ റെക്ട വരച്ച് മെക്കാനിസം പഠിക്കണം കേട്ടോ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് കൂടെ നോക്കാം. മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ്. Mammals have the ability to produce a concentrated urine. The Henle's loop and vasa recta play a significant role in this. Henle's loop vasa rectയുമാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. അതിനകത്ത് മെഡുലറി ഇൻഡസ്ട്രീഷൻ കൂടെ നിങ്ങൾ ഓർക്കണം കേട്ടോ. അത് രണ്ടും മാത്രമല്ല, എന്നാലും ഇമ്പോർട്ടന്റ് റോൾസ് അവർക്കാണെന്ന് പറയാം. പക്ഷെ ലീഡിംഗ് റോള് ഹെൻലീസ് ലൂപ്പിനാണ്, വിട്ടുകൊടുക്കില്ല. ദ ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ് ഇൻ ദ 2 limbs ഓഫ് ഹെൻലീസ് ലൂപ്പ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആൻഡ് ദസ് ഫോംസ് എ കൗണ്ടർ കറന്റ്. ഞാൻ പറഞ്ഞായിരുന്നു ഒന്നാമത്തെ കൗണ്ടർ കറന്റ് അതാണ് അല്ലെ, ഹെൻലീസ് ലൂപ്പിലുള്ള ഫിൽട്രേറ്റിന്റെ ഫ്ലോ. രണ്ടാമത്തെ കൗണ്ടർ കറന്റ്, ദ ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ദ 2 limbs ഓഫ് വാസ റെക്ട ഈസ് ഓൾസോ കൗണ്ടർ കറന്റ്, ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെ. ഓക്കെ, ദ പ്രോക്സിമിറ്റി ബിറ്റ്വീൻ ദ ഹെൻലീസ് ലൂപ്പ് ആൻഡ് വാസ റെക്ട ആസ് വെൽ ആസ് ദ കൗണ്ടർ കറന്റ് ഇൻ ദം ഹെൽപ്പിംഗ് ദം help in maintaining an increasing osmolarity towards the inner medullary interstitium. That is from 300 milliosmol per liter in the cortex to above 1200 milliosmol in the inner medulla. അത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ, കോർട്ടെക്സിൽ നിന്ന് മെഡുല്ലയിലോട്ട് ഇന്നർ മെഡുല്ലയിലേക്ക് പോകും തോറും ഓസ്മോലാരിറ്റി കൂടി വരുന്നത്. ഓക്കെ, ദിസ് ഗ്രേഡിയന്റ് ഈസ് this gradient is mainly caused by, ഈ ഗ്രേഡിയന്റ് കാരണക്കാർ രണ്ടുപേരാണ്, സോഡിയം ക്ലോറൈഡ് ആൻഡ് യൂറിയ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാകാതിരിക്കാൻ. NaCl അത് മരകള്. NaCl is transported by the ascending limb of Henle's loop which is exchanged with the descending limb of vasa recta. ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിംഗ് ലിംബിൽ നിന്നും പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന സോഡിയം ക്ലോറൈഡ് ഒക്കെ ആരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടും, വാസ റെക്ടയുടെ ഡിസെൻഡിംഗ് ലിംബുമായിട്ട്. NaCl is returned to the medullary interstitium by the ascending portion of the vasa recta. അതും നമ്മൾ കണ്ടു. Similarly, small amounts of urea enter the thin segment of ascending limb of Henle's loop which is transported back to the interstitium by the collecting tubule. കളക്ടിംഗ് ഡക്ട് അത് യൂറിയനെ തിരിച്ച് ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ദ എബവ് ഡിസ്ക്രൈബ്ഡ് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ആൻഡ് വാസ റെക്ട ഈസ് കോൾഡ് ദ കൗണ്ടർ കറന്റ് മെക്കാനിസം. അത് ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് എഴുതി പോകാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ടാകാം. ഇവിടെ നിങ്ങൾ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയറും കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചറും ഒക്കെ മെൻഷൻ ചെയ്യണം. ദിസ് മെക്കാനിസം ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് in the medullary interstitium. Presence of such interstitial gradient helps in an easy passage of water from the collecting tubule, thereby concentrating the filtrate or urine.
അപ്പൊ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിൽ ഇങ്ങനെ ഒരു ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ഉണ്ടായാൽ കളക്ടിങ് ട്യൂബ്യൂളിൽ നിന്ന് ഈസി ആയിട്ട് വാട്ടറിന് ഡിഫ്യൂസ് ഔട്ട് ചെയ്യാന്നാണ് ഇതിൽ പറയുന്നത്. അതായത് കളക്ടിങ് ട്യൂബ്യൂളിന്റെ സൈഡിൽ അല്ലെ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തില് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വാട്ടർ വിൽ മൂവ് ഔട്ട് ഓഫ് ദ ട്യൂബ്യൂൾ അല്ലെ. കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ഹ്യൂമൻ കിഡ്നീസ് ക്യാൻ പ്രൊഡ്യൂസ് യൂറിൻ നിയർലി 4 times കോൺസെൻട്രേറ്റഡ്. നോട്ട് ദ പോയിന്റ്. 4 times concentrated. 4 times concentrated than the initial filtrate formed. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫൗണ്ടർ കറന്റ് മെക്കാനിസം. ഈ ഡയഗ്രത്തിലോട്ട് വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എൻഡർ നെഫ്രോണിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സി ദ പോർഷൻ ഓഫ് ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഇതാണ് ഹെൻലീസ് ലൂപ്പ് അല്ലേ. ഇത് ഹെൻലീസ് ലൂപ്പ്. അതിന്റെ ലൊക്കേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ടക്സും ഔട്ടർ മിഡിലെയും ഇന്നർ മിഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാസ റെക്ട സെപ്പറേറ്റ് മാറ്റി വരച്ചേക്കുക. വാസ റെക്ട ശരിക്കും എന്തിനെ ചുറ്റിയാണ് കാണുന്നത്? ഈ ഹെൻലീസ് ലൂപ്പിനെ ചുറ്റിയാണ് കാണുന്നത്. അങ്ങനെ ചുറ്റി വരയ്ക്കുമ്പോൾ മൊത്തം കോംപ്ലിക്കേറ്റഡ് ആകും എന്ന് വിചാരിച്ചിട്ടായിരിക്കും വാസ റെക്ടനെ എടുത്തു മാറ്റി വെച്ചത്. അപ്പൊ അങ്ങനെ വരച്ചാലും ഇത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും കേട്ടോ. ഇത് വാസ റെക്ടയുടെ ഡിസെൻഡിങ് ലിംബാണ്. ഇത് ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബ്. ഇത് വാസ റെക്ടയുടെ അസെൻഡിങ് ലിംബാണ്. ഇത് ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ്. അങ്ങനെ വേണം നിങ്ങൾ നോക്കാൻ. അപ്പൊ ചുറ്റും വരയ്ക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും മനസ്സിലാക്കി എടുക്കാൻ എന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും. അപ്പോ അത്രേ ഉള്ളൂ ഡിഫറൻസ് ഡയഗ്രത്തില്. നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. യെസ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫങ്ഷൻസ് പഠിക്കാം. ബൈ ബൈ.